Once again, good morning to you all my dear students, and we are going to study fundamentals of investment, going to the next class. And in the previous class we were discussing about investment avenues, and you know that there are mainly 9 important avenues, and we have already discussed 4 of them, and they are non-marketable financial instruments, equity shares, bonds, and money market instruments. I think that you got a clear idea about these 4 investment avenues, and we are going to discuss the next important avenue, that is mutual funds. It's not a new word to you. You all are familiar with mutual funds. You may not know the practical side or practical applications of mutual funds, but you know what is mutual fund. And in this class we are going to discuss the detailed application of this mutual fund. And what do you mean by mutual fund? എന്താണ് mutual fund എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പലപ്പോഴും പല സബ്ജക്റ്റുകളും പഠിക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച്, അതായത് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു മേഖല മ്യൂച്വൽ ഫണ്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം അത്രയധികം ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും പല ഫിനാൻസിൻ്റെ പല രംഗങ്ങളിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ മ്യൂച്വൽ ഫണ്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇനി എന്താണ് മ്യൂച്വൽ ഫണ്ട്? യു ഷുഡ് നോ ദ ഡെഫിനിഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്, ആൻഡ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ ഫണ്ട്. ഇറ്റ്സ് എ ഫണ്ട് ഓർഗനൈസ്ഡ് ബൈ some investment companies or financial agencies or banks, commercial banks and other types of scheduled banks. It's a type of a fund. And how this fund can be created? This fund is created by pooling the money from the investors, from the individual, mainly from the individual investors. We are pooling the money from the individual investors and we are organizing a fund. And this fund is invested in various stocks, shares, debentures, and we can earn some profit from that investment, and that profit can be distributed to the individual investors, and that is the base of mutual fund. Mutual ഫണ്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമുക്ക് അത്രയധികം എക്സ്പെർട്ടൈസ്, നമ്മൾ അത്രയധികം നോളജ്ഡ് ആവണം എന്നില്ല. പലപ്പോഴും ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും നമുക്ക് അജ്ഞാതമായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് അവിടെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടാണ് പലപ്പോഴും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സംരംഭം എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടുകൂടി, ആൻഡ് ദർ ആർ സോ മെനി ടേംസ് റിലേറ്റഡ് ടു മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് പിന്നീട് പഠിക്കാം, ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാമെങ്കിൽ കൂടിയും അവർക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പേർട്സ് ആയിട്ട് ഉള്ള ആൾക്കാരുണ്ട്. എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും മാക്സിമം റിട്ടേൺസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് പോയിട്ട് ഒരു കമ്പനിയുടെ ഷെയറിലോ ബാക്കി സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് അത് ലാഭകരമാവുന്നത് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ അവരുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പകരമായിട്ട് സ്റ്റോക്കോ ഷെയറോ അല്ല കിട്ടുന്നത്. അതിന് പകരം യൂണിറ്റ്
യൂണിറ്റുകളാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ആ യൂണിറ്റുകളിലാണ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിക്കനുസരിച്ച് അവർക്ക് അത്രയും എണ്ണം യൂണിറ്റ്സ് അവരുടെ കയ്യിലേക്ക് കിട്ടുന്നു. അതാണ് അവിടെയുള്ളൊരു ഓതറൈസേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, സ്റ്റോക്കിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം മ്യൂച്വൽ ഫണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോക്കിലും ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ മാക്സിമം റിട്ടേൺസ് അവിടെ ഉറപ്പുവരുത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ്റർമീഡിയറി എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറി ആണ്. ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വേരിയസ് കമ്പനീസ് ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറി എന്നുള്ള നിലയ്ക്ക് എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസുകളും എക്സ്പേർട്ടായിട്ടുള്ള സർവീസുകളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫണ്ട് ക്യാൻ ബി ഓർഗനൈസ്ഡ് ബൈ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും, ആർക്ക് വേണമെങ്കിലും എന്നല്ല, അതിന് ദർ ആർ സർട്ടൺ സ്പെസിഫൈഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻഡിവിജ്വൽസിന് സാധാരണ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള യോഗ്യതയില്ല. ദേ ആർ നോട്ട് പെർമിറ്റഡ്. സാധാരണ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതിന് പെർമിഷനുള്ള ആൾക്കാർ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംരംഭം നടത്തേണ്ട വ്യക്തികൾ. അപ്പോൾ അവരുടേതായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസേഴ്സിൻ്റെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ അവരുടെ പൈസ കൊടുക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കിട്ടുന്ന ആ ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, യൂണിറ്റ്സ് എന്നാണ് അതിനെ പറയാം. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംരംഭം ആദ്യം തുടങ്ങി വെച്ചത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ ആ സ്ഥാപനം ആണ് അത് തുടങ്ങി വെച്ച സമയത്തുള്ള അതേ പ്രാക്ടീസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടർന്നുകൊണ്ട് പോകുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും എണ്ണം യൂണിറ്റ്സ് അവർക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ആൻഡ് ദിസ് യൂണിറ്റ്സ് ആർ ദെയർ വാല്യൂസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നെറ്റ് അസറ്റ്സ് വാല്യൂ. നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഒരു കാറ്റഗറി ഇതിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണോ ആ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്മൾ എത്രയാണ് കൊടുക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതാണ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുക. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് അസറ്റ് വാല്യൂ. ആ നെറ്റ് അസറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ് പലപ്പോഴും, അല്ലാതെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഫേസ് വാല്യൂവിലൊന്നല്ല ഇവിടെ പ്രിസ്ക്രിപ്ഷൻ വരുന്നത്, അവിടെ നെറ്റ് അസറ്റ് വാല്യൂവിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ആൻഡ് യു ഹാവ് ടു സ്റ്റഡി വൺ ഡെഫിനിഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്. അതാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ളൊരു മീനിങ് ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ളൊരു ചെറിയൊരു ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കുക. ഇറ്റ്സ് എ ഫണ്ട്. Mutual fund is a fund established in the form of a trust. It is established in the form of a trust to raise money through the sale of യൂണിറ്റ്സ്. കണ്ട, ഈ യൂണിറ്റ്സ് ആണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്. എന്താ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം? എന്താ? ടു റേസ് മണി ത്രൂ ദ സെയിൽ ഓഫ് യൂണിറ്റ്സ്. ഇനി ആർക്കാണ് ഈ യൂണിറ്റ്സ് കൊടുക്കുന്നത്? ടു ദി പബ്ലിക്. ആർക്കാ കൊടുക്കണേ? ടു ദി ജനറൽ പബ്ലിക് ഓർ ടു ദി ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ആർക്ക് വേണമെങ്കിലും ആവാൻ. ടു ദ പബ്ലിക് ഓർ എ സെക്ഷൻ ഓഫ് പബ്ലിക്. പബ്ലിക്കിന് മൊത്തമായിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ വി ക്യാൻ ഡിഫൈൻ ഇറ്റ്.
ഏത് സെക്ഷനിലേക്കാണ്? ഓൺലി ടു ഗവൺമെൻറ് എംപ്ലോയീസ് വി ക്യാൻ ഡിസൈഡ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമുള്ള സ്കീം, ആ സ്കീമിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ യൂണിറ്റ്സ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അണ്ടർ 1 or more schemes for investing. There are various schemes under this mutual fund. ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമുകളുടെ കീഴിൽ യൂണിറ്റ്സ് പബ്ലിക്കിനോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് പബ്ലിക്കിനോ കൊടുത്തുകൊണ്ട് മണി റേസ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, ട്രസ്റ്റിൻ്റെ രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മ്യൂച്വൽ ഫണ്ട്. ഓക്കെ. And this mutual fund, they functions according to the rules and regulations given by SEBI. Again, SEBI, you know what is SEBI? What is expansion of SEBI? SEBI is Securities Exchange Board of India. Okay, and this SEBI, they prescribes the rules and regulations for the functioning of mutual funds. And mutual funds can be, നേരത്തെ ഞാൻ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ടുകൾ ആർക്ക് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക് സെക്ടറിൽ ഓർഗനൈസ് ചെയ്യാം, പ്രൈവറ്റ് സെക്ടറിൽ ഓർഗനൈസ് ചെയ്യാം, പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകൾക്ക് ഓർഗനൈസ് ചെയ്യാം, ഷെഡ്യൂൾഡ് ബാങ്ക്സിന് ഓർഗനൈസ് ചെയ്യാം, പ്രൈവറ്റ് ബാങ്കുകൾക്ക് ഓർഗനൈസ് ചെയ്യാം. സോ ആർക്ക് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. പക്ഷേ അവിടെ ചില നിബന്ധനകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പാലിക്കേണ്ടതുണ്ട്. ഈ നിബന്ധനകൾ തരുന്നത് ആരെന്നെയാണ്? സെബി ആണ് തരുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. ആ സെബി തരുന്ന ഗൈഡ് നമുക്കറിയാം. മിക്കവാറും എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും, മിക്കവാറും എല്ലാ ഇഷ്യൂസും മാനേജ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? സെബി തന്നെയാണ്. സോ അവർ തരുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്ന സംഭവം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡെഫിനിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്റ്റഡി ദിസ് ഡെഫിനിഷൻ. ദാറ്റ് ഈസ് once again, it's a fund established in the form of a trust to raise money through the sale of units to the public or a section of public under one or more schemes of investing. So that is mutual fund, and we can analyze the step by step activities done by mutual fund. എന്താണ് അവർ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റി? ഇതൊരു സംരംഭമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു, ഒരു പ്രത്യേക തരം ഫണ്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു, ആ ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒരു സൈക്ലിക്കൽ ഓർഡർ ആയിട്ടുള്ളൊരു ചെറിയൊരു ഒരു ചാർട്ട് പോലെ, ഒരു പൈ ചാർട്ട് പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നോക്കുക. അതിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അതിലാദ്യം തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് പൂളിംഗ് ഓഫ് മണിയാണ്. പൂളിംഗ് ഓഫ് മണി. വടി ബൈ പൂളിംഗ്. പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പൂളിംഗ്, POOLING. പൂളിംഗ് മീൻസ് കളക്ടിങ് മണി ഫ്രം ദ പബ്ലിക് is the first important step in the process done by mutual fund. പൂൾ ചെയ്യുക, കളക്ട് ചെയ്യുക, മണി കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സന്നദ്ധരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. ആ ഇൻവെസ്റ്റേഴ്സിനെ തേടി കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. ആൻഡ് ദേ വിൽ പൂൾ ദ മണി ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്, ഫ്രം ദി വേരിയസ് ഇൻവെസ്റ്റർ. നേരത്തെ നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ കണ്ടിരുന്നു. ഫ്രം ദ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് മണി, ഓക്കെ, ഈ മണി എന്ത് ചെയ്യുന്നു? ഈ മണി നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുന്നത്? വെറുതെ നമ്മൾ കുറച്ച് മണി കളക്ട് ചെയ്തത് കൊണ്ട് മാത്രം അവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ ഫങ്ഷൻസ് അവർ പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആൻഡ് ദിസ് പൂൾഡ് മണി വിൽ ബി എൻട്രസ്റ്റഡ് വിത്ത് എൻ അസറ്റ് മാനേജർ. ആൻഡ് യൂഷ്വലി ഇതൊരു പുതിയൊരു ടേമാണ്, അസറ്റ് മാനേജർ ഓർ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. For every mutual fund, there should be an associated asset management company with them.
ആൻഡ് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. And it is just like a form of company, and the main duty of this company is to know in which share or in which security the pooled money should be invested. That is the main duty or main task of the asset management company. Asset management company സംബന്ധിച്ചിടത്തോളം they should be experts in all fields of investment. And they should know the various types of shares or securities issued and transacted in the market. All these information should be gathered by them, and they should study and they should analyze about the practicability or about the viability of investing in some shares, in a particular type of share or in a particular type of share issued by a company, etc. etc. അപ്പോൾ അതിൽ മാക്സിമം നോളജ് ഉണ്ടാക്കുക, മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിലൂടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൂൾ ചെയ്തിട്ടുള്ള മണി ഏറ്റവും നല്ല ഷെയറിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കുന്ന ആ കമ്പനിയെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിനെ വിളിക്കുന്ന പേരാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഓർ അസറ്റ് മാനേജർ. ഈ അസറ്റ് മാനേജറെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് പൂളിംഗ് ഓഫ് മണി. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് എൻട്രസ്റ്റിംഗ് ദിസ് മണി വിത്ത് എ ഫണ്ട് മാനേജർ ഓർ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, പക്ഷേ അതിനൊരു പ്രത്യേക സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി നിർത്താം. ദാറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഷെയർ ഓർ ഡിബെഞ്ചർ ഓർ ബോണ്ട്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ആരാ ഇൻവെസ്റ്റ് ചെയ്യണം? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ഇൻവെസ്റ്റ് ചെയ്യണം. ആരാ ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കമ്പനികളുടെ ഷെയറിലും സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇൻവെസ്റ്റ് ചെയ്ത് കൈയും കെട്ടി മിണ്ടാതിരുന്നാൽ പോരാ. ആൻഡ് ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി ടു നോ വെദർ ടു ഹാവ് എൻ എൻട്രി ആൻഡ് വി ഷുഡ് എക്സിറ്റ് ഫ്രം ദി മാർക്കറ്റ് ഓർ ഫ്രം എ പെർട്ടിക്കുലർ സെക്യൂരിറ്റി. എപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഒരു ഷെയറിൽ? എപ്പോഴാണ് അത് എക്സിറ്റ് ചെയ്യേണ്ടത്? എൻ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, എൻ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ഷെയർ നമ്മൾ വാങ്ങേണ്ടത്. എക്സിറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എപ്പോഴാണ് വിൽക്കേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഒരു 10 കൊല്ലത്തേക്കുള്ള സ്ഥിരം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെയർ അത്യാവശ്യം കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ലാഭകരമായിട്ട് പ്രവർത്തിച്ചിരുന്ന കമ്പനി ആയിരുന്നിരിക്കാം. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു വന്നു. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയറിനാവുന്നതും വിറ്റ്, അത് ഏതൊരു ഇൻവെസ്റ്ററും ചെയ്യുന്നൊരു പണി തന്നെയാണത്. അത് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അത് ചെയ്യേണ്ടി വരും. എപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം ഓഫ് എൻട്രി ആൻഡ് റൈറ്റ് ടൈം ഓഫ് എക്സിറ്റ് ഷുഡ് ബി നോൺ ടു ദി മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഷുഡ് ബി ഡൺ ബൈ ദം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദെയർ ഇൻവെസ്റ്റേഴ്സ്. അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. And at the same time, the next important step or the next important thing is giving guarantee to the investors. Giving guarantee, and you have studied the term of guarantee. And what do you mean by guarantee? Guarantee means നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്താവില്ല എന്നുള്ള ഗ്യാരണ്ടി, നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ള. ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയില്ലായ്മ കാരണം, നമ്മൾ അത്രയധികം അനാലിസിസ് നടത്താത്ത കാരണം ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാളിപ്പോയി എന്ന് വരാം. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടം സംഭവിച്ചു എന്ന് വരാം. അതേസമയം ആ ഒരു ഇതുണ്ടാവാൻ പാടില്ല ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ എവിടെ നമ്മുടെ പൈസ എടുത്ത് കൊടുത്തത്, മ്യൂച്വൽ ഫണ്ടിന് നമ്മുടെ പൈസ
എടുത്തു. ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ എക്സ്പെർട്ടൈസ് ആൻഡ് ദേ ഹാവ് ദെയർ ഓൺ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹു അനലൈസ് ഓൾ ദീസ് ഇൻഫർമേഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് എന്ത് വരാൻ പാടില്ല, ഫോൾട്ട് വരാൻ പാടില്ല. സോ ദി ഗ്യാരണ്ടി ഷുഡ് ബി ഗിവൺ ടു ദി ഇൻവെസ്റ്റേഴ്സ് ബൈ ദി മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻ. ആരാണോ മ്യൂച്വൽ ഫണ്ട് നടത്തുന്ന ഓർഗനൈസേഷൻ അവരുടെ ഡ്യൂട്ടിയാണ് എന്ത് കൊടുക്കുക എന്നുള്ളത്, ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളത്. ആൻഡ് ഗ്യാരണ്ടി മാത്രം കൊടുത്താൽ പോരാ, അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഷുഡ് ഓൾസോ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ കൊടുക്കുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നത് യൂണിറ്റുകളാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് ഇത്രയും ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ഇത്രയും റിട്ടേൺ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ റിട്ടേൺ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ ഡിക്ലെയർ ചെയ്യേണ്ടതും കൊടുക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡ്യൂട്ടിയാണ്. Okay, and this return is given to the investors, and investors is the important part of this mutual fund. So okay, so these are the important steps or important activities done by the മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻ. ആൻഡ് വൺസ് അഗെയിൻ ഒരു എത്ര ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു 8 ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ, this mutual fund should approach the investors. Second one, they should collect money from the investors, that is pooling of money from the investors. And third one, this pooled money should be entrusted with a asset manager or asset management company. And fourth one is that the entrusted money should, the asset management company should invest it in suitable stocks or shares. And after that, the fifth one is that after giving investment or after investing the pooled money, at the right time they should enter, and at the right time they should exit from the share or stock. And at the same time, the sixth one is they should give guarantee to the investors that their investment will not lose. And last one is that they should give return to the investors. So these are the various step by step activities, and in your textbook there is a cyclical or ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ബോർഡിൽ ഞാനതൊന്ന് വരച്ചിട്ട് തരാം. അതൊന്ന് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, there is an investor, and from investor പൂളിംഗ് ഓഫ് മണി, ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ പൂൾ ചെയ്യുന്നു. Entrusting it with the fund manager. Investing it in share or stock. And write entry or exit from this share or stock.
and we should be able to give guarantee and finally return should also be supplied to the investor. So investor pooling of money, entrusting with fund manager, investing it in stock or share, right time entry or exit, guarantee is given to the investor as well as the return is given to the investors, and this process will continue. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സൈക്ലിക്കൽ വലിയ എന്താ പറയുക കറക്റ്റായിട്ട് റൗണ്ടൊന്നും ആയിട്ടില്ല എങ്കിലും നിങ്ങൾ വരച്ച് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വരച്ച് പഠിക്കുക. സോ this is the functioning of a mutual fund, or these are the important steps involved in the functioning of a mutual fund. Okay, and next we can see the important terms related with the mutual fund operations. Mutual fund operations ആയിട്ട് റിലേറ്റഡ് ആവുന്ന കുറച്ച് ഒരു 5 പ്രധാനപ്പെട്ട terms ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. And these 5 terms are, first one is sponsor of mutual fund, second one is mutual fund trust, third one is asset management company, and we have already discussed, and fourth one is custodian, and fifth one is registrar and transfer agents or TAs. And these are the 5 important terms or 5 important ingredients that they are essential for the functioning of a mutual fund. ഈ 5 കാര്യങ്ങളില്ലാതെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംരംഭം എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്താണത് മീൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംരംഭം തുടങ്ങുന്ന സ്ഥാപനം. ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് വ്യക്തികൾക്ക് തുടങ്ങാൻ പറ്റിയ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സ്ഥാപനങ്ങളാണ്, പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ത് ചെയ്യാറുള്ളത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സംരംഭത്തിന് നേതൃത്വം കൊടുക്കാറുള്ളത്. സോ അങ്ങനെ നേതൃത്വം കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് വൈൽ we were studying corporate regulations, we have studied about promoters of a company പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി തുടങ്ങി വെക്കുന്ന ആദ്യമായി കമ്പനിയെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അവരെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിൻ്റെ അതേ സ്ഥാനം തന്നെയാണ് ഇവിടെ സ്പോൺസേഴ്സിന്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ സ്പോൺസേഴ്സിനുള്ളത്. സ്പോൺസർമാരെ സംബന്ധിച്ചിടത്തോളം ആരാണ്, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, അവിടെ ശരിക്കും പറഞ്ഞാൽ ICICI എന്ന് പറയുന്ന ബാങ്കും അതുപോലെ തന്നെ പ്രുഡൻഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയും, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് എന്തിൻ്റെ സ്പോൺസേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്, ഈ മ്യൂച്വൽ ഫണ്ട്, അതായത് ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പോൺസേഴ്സായിട്ട് പ്രവർത്തിക്കും. ഇനി സ്പോൺസേഴ്സ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. യൂഷ്വലി ദിസ് മ്യൂച്വൽ ഫണ്ട് ഈസ് ഓർഗനൈസ്ഡ്, നമ്മൾ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, it is usually organized as a trust ആയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റ്. അതിന് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആൻഡ് ദർ ആർ സോ മെനി ട്രസ്റ്റീസ് ആസ് വെൽ ആസ് ബെനിഫിഷ്യറീസ്. ട്രസ്റ്റിലുള്ള അംഗങ്ങളുടെ പേരാണ് ട്രസ്റ്റീസ്. And there are some beneficiaries also. Here in this mutual fund, who are the beneficiaries? ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്? ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണോ നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നത്, പൂൾ ചെയ്യുന്നത്, ആ പൂൾ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് പൈസ തന്ന് സഹായിക്കുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ദാറ്റ് ഈസ് ദിസ് ബെനിഫിഷ്യറീസ്.
And usually this mutual fund is organized as a trust, and this is known as mutual fund trust. And the next term is, the fourth one is custodian. എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, കസ്റ്റഡിയിൽ വെക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുന്ന ആൾക്കാർ. എന്താണ് ഇവിടെ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ വെക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന, അതായത് പൂൾ ചെയ്യുന്ന മണി, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന യൂണിറ്റുകൾ, അതുപോലെ തന്നെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സെക്യൂരിറ്റീസ്, ഇതൊക്കെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാപനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വയ്ക്കുന്ന സേഫായിട്ട് സൂക്ഷിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഇൻകം, നമ്മൾ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് പല ഷെയറിൽ നിന്നും പല ടൈപ്പ് ഓഫ് പല പേഴ്സൻറ്റേജിലുള്ള ഇൻകം നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടാവും. ഈ ഇൻകമൊക്കെ നമ്മൾ ഏതിൻ്റെ രൂപത്തിലായി, മണി രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കാം, എന്തിൻ്റെ രൂപത്തിലായാലും അത് സേഫായിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. കാരണം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അത് നമ്മൾ കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ള സമയങ്ങളിൽ നമ്മളത് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ അത് സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷെയറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് എടുത്തു വെക്കണം. അപ്പം അങ്ങനെയുള്ള അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അതിനെ വിളിക്കുന്ന പേരാണ് കസ്റ്റോഡിയൻ. അതിൽ നമ്മൾ നേരത്തെ ഒരു ICICI പ്രുഡൻഷ്യൽ ഇൻഷുറൻസിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ അവരുടെ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുന്നത് HDFC ബാങ്കാണ്. HDFC ആണ് അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് അവർ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അവർ HDFCക്കാണ്. സോ HDFC ആക്ട്സ് ആസ് ദി കസ്റ്റോഡിയൻ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. ഓക്കെ, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫർ ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം, രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഡീൽ വിത്ത് ഓൾ കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ റൈറ്റ് ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതായത് നിങ്ങളിൽ തന്ന പൈസ ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതോടനുബന്ധിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണമോ ആ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിങ്ങിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസിൻ്റെ പണി എന്ന് പറയുന്നത്. ഇപ്പം വീണ്ടും നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ അവരൊരു ചെറിയൊരു സംരംഭം, ഒരു ചെറിയൊരു ഏജൻസി അവർ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഏജൻസിയുടെ പേരാണ് ICICI ഇൻഫോടെക് സർവീസസ്. മെയിൻലി മാക്സിമം സോഫ്റ്റ്വെയറുകളും മാക്സിമം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മാക്സിമം ഇൻവെസ്റ്റേഴ്സിന് ലഭ്യമാക്കാവുന്ന ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ പണി. സോ ആ സൈഡും അവിടെ ക്ലിയർ. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മളുടെ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 5 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ ഈസ് first one, sponsor. Second one, mutual fund trust. And mutual fund is organized as a trust, and the investors are the trust beneficiaries. Beneficiaries എന്ന് പറയുന്നത് investors ആണ്. And third one is asset management company. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അസറ്റിനെ മാനേജ് ചെയ്യുന്ന, എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് റൈറ്റ് ഷെയർ, ഏതാണ് റൈറ്റ് സെക്യൂരിറ്റി എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും റൈറ്റ് സമയത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യുകയും റൈറ്റ് സമയത്ത് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനീനെ വിളിക്കുന്ന പേരാണ് എന്ത്, ദിസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ആൻഡ് ദർ ഈസ് നാലാമത്തെ കസ്റ്റോഡിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കസ്റ്റോഡിയൻ ഈസ് ദർ. കസ്റ്റോഡിയൻ ആണ് എന്താ പറയുക, എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്, അവിടെ കിട്ടുന്ന ഇൻകം, ഇതൊക്കെ കസ്റ്റഡിയിൽ വെക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വെക്കുന്ന സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് കസ്റ്റോഡിയൻ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്സ്. ട്രാൻസ്ഫർ ഏജൻറ്റ്സ് or
TA എന്നുള്ള ചുരുക്കപ്പേരിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ട്രാൻസ്ഫർ ഏജൻസിന്. സോ these are the 5 important terms related with the mutual fund. And next we have to study the different types of mutual fund scheme. എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് 3 തരത്തിലുള്ള 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ownership of the scheme, and the second one is according to the method of operation or according to the scheme of operation, and third one is on the basis of portfolio എന്ന് പറയുന്ന ടേം നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത്. Then these are the 3 important categories of mutual fund schemes. First one is on the basis of ഇറ്റ്സ് ഓണർഷിപ്പ്. ആരാണ് മ്യൂച്വൽ ഫണ്ട് സ്കീം തുടങ്ങിയിട്ടുള്ളത്? നേരത്തെ നമ്മൾ സ്പോൺസേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ആ സ്പോൺസേഴ്സ് ആരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 തരമാണ് പറയുന്നത്, പബ്ലിക് സെക്ടർ സ്കീംസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്കീംസ്. പബ്ലിക് സെക്ടറുണ്ട്, പ്രൈവറ്റ് സെക്ടറുണ്ട്. ആൻഡ് ലൈക്ക്വൈസ് ദ സെക്കൻഡ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദി സ്കീം ഓഫ് ഓപ്പറേഷൻ. സ്കീം ഓഫ് ഓപ്പറേഷൻ്റെ ബേസിസിൽ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് ഓപ്പൺ എൻഡഡ് സ്കീം, സെക്കൻഡ് വൺ ഈസ് ക്ലോസ് എൻഡഡ് സ്കീം, ആൻഡ് third one is interval scheme. And we can discuss its peculiarities in the next class, and just അതിൻ്റെ പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദി പോർട്ട്ഫോളിയോ ഓർ ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ ബേസിസിൽ there are so many types of mutual fund schemes like ഇൻകം ഫണ്ട്, ഗ്രോത്ത് ഫണ്ട്, ബോണ്ട് മ്യൂച്വൽ ഫണ്ട്, ഷെയർ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പല വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഫണ്ടുകളെ കുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻ്റ് കാറ്റഗറീസ് ഓഫ് this mutual fund scheme. And first point we can discuss, that is according to ownershipൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ആയിട്ട് തരംതിരിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്. പബ്ലിക് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അതായത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ഏർപ്പാടിന് അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിന് ആദ്യമായിട്ട് നേതൃത്വം കൊടുത്ത സ്ഥാപനം എന്ന് പറയുന്നത് UTI ആണ്. UTI എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഏകദേശം 1964 ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സംരംഭത്തിന് UTI നേതൃത്വം കൊടുത്തത്. ഇനി UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു മേഖലയിലേക്ക് മുന്നോട്ട് വരികയുണ്ടായി. പ്രത്യേകിച്ചും SBI പോലുള്ള ബാങ്കുകൾ SBI ബാങ്കുകൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലേക്ക് UTIയുടെ ചുവട് പിടിച്ചിട്ട് വന്നു. അപ്പം അങ്ങനെയുള്ള ആദ്യം പബ്ലിക് മേഖലകളിൽ മാത്രമേ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ എന്ത് ചെയ്തിരുന്നുള്ളൂ, പ്രവർത്തിച്ചിരുന്നുള്ളൂ. പിന്നീട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം കൂടി വന്നു. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പലപ്പോഴും പ്രാക്ടിക്കലാണ് എന്നുള്ളൊരു ചിന്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ കടന്നുകൂടിയപ്പോഴാണ് ഈ ഒരു സംരംഭം പ്രൈവറ്റ് സെക്ടറിനും കൂടി അനുവദിച്ചു കൊടുത്താലോ എന്ന് ഗവൺമെൻറ് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് മേഖലയിലും ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സംവിധാനം തുടങ്ങി വയ്ക്കുകയും ചെയ്തത്. ആദ്യമായിട്ട് അത് തുടങ്ങി വെച്ചത് ICICI എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രൈവറ്റ് മേഖലയും കൂടി ഇതിലേക്ക് വന്നപ്പോഴാണ് ഗവൺമെൻറ് ആലോചിച്ച് നോക്കിയപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ SEBI എന്ന് പറയുന്ന ഓർഗനൈസേഷന് അതിൻ്റെ മുഴുവൻ
റെഗുലേറ്റിംഗ് കൺട്രോളും എന്ത് ചെയ്തത് വിട്ടുകൊടുത്തത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പബ്ലിക് സെക്ടർ മാത്രമാണെങ്കിൽ ഗവൺമെൻറ് മാത്രം അതിനെ നോക്കിയാൽ മതിയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അണ്ടർ ദെയർ ഡയറക്റ്റ് കൺട്രോൾ അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നു. അതേസമയം പ്രൈവറ്റ് സെക്ടറും കൂടി അതിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതിൻ്റെ റെഗുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കൂടി വന്നത്. അപ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ആവശ്യകത അവിടെ വന്നത്. സോ ദിസ് ഈസ് ദ first point and first classification according to ownership. We can divide it into two. They are public sector schemes and private sector schemes. In public sector organizations will be there, will be the sponsors, and in the private sector institutions will be the sponsors. So this is the first classification. And the second point or the second category is based on the scheme of operation. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സ്കീം, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി, അതിനനുസരിച്ച് വീണ്ടും 3 ഭാഗങ്ങളായിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ എൻഡഡ് സ്കീം, ഓപ്പൺ എൻഡഡ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് എൻഡഡ്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻ്റർവെൽ സ്കീം. ഓക്കെ, ഈ ആദ്യത്തെ ഓപ്പൺ എൻഡഡ്, രണ്ടാമത്തെ ക്ലോസ് എൻഡഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സറാണ് മൂന്നാമത്തെ സ്കീം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻ്റർവെൽ സ്കീം. ഇനി എന്താണ് ഓപ്പൺ എൻഡഡ് സ്കീം? ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഓപ്പൺ എൻഡഡ് സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിയർ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മളതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ആൻഡ് ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഓപ്പൺ ടു മ്യൂച്വൽ ഫണ്ട്. അറ്റ് എനി ടൈം ദേ ക്യാൻ അപ്രോച്ച് ദ മ്യൂച്വൽ ഫണ്ട് ആൻഡ് പർച്ചേസ് ദ യൂണിറ്റ്സ് ഫ്രം ദം. സോ ദാറ്റ്സ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓപ്പൺ ആയിട്ടുള്ള സ്കീം. ഏത് സമയത്ത് വേണമെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് വരാം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റ്സ് അവർക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ച് കൊണ്ടുപോകാം. അങ്ങനെയും അത്രയും ലിബറൽ ആയിട്ടുള്ളൊരു സ്കീമിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ എൻഡഡ് സ്കീം. ഇനി അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വി വിൽ നോട്ട് സ്പെസിഫൈ ദ മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡ് എത്രയാണ്, മെച്യൂരിറ്റി യൂണിറ്റിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. മെച്യൂരിറ്റി പീരീഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറ്റ് എനി ടൈം ദേ ക്യാൻ കം ടു ദി മ്യൂച്വൽ ഫണ്ട്. ഏത് സമയത്തും എവിടേക്ക് വരാം, മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാം. ഏത് സമയത്ത് വേണമെങ്കിലും വാങ്ങിച്ച യൂണിറ്റ്സ് അവർക്ക് തിരിച്ചു കൊടുക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും പുതിയ യൂണിറ്റ്സ് അവർക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. സോ ദാറ്റ് ഈസ് എ പെക്യുലിയാരിറ്റി ഓഫ് ഓപ്പൺ എൻഡഡ് സ്കീം. അത്രയും ലിബറൽ ആയിട്ടുള്ളൊരു സ്കീമാണ് ദിസ് ഓപ്പൺ എൻഡഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏത് സ്കീം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ക്ലോസ് എൻഡഡ്. ഇത് യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിനോട് പറയും വിച്ച് ഈസ് ദ മെച്യൂരിറ്റി പീരീഡ്. 10 കൊല്ലമാണ് പറയുന്നതെങ്കിൽ 10 കൊല്ലം വരെ അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൈവശം വെച്ചിരിക്കേണ്ടി വരും. അതല്ല 1 കൊല്ലമാണ് പറയുന്നത്, അല്ലെങ്കിൽ 6 മാസമാണ് പറയുന്നതെങ്കിൽ 6 മാസം കൈവശം വെച്ച് 6 മാസം കഴിയുന്നതോടുകൂടി തിരിച്ച് ആ യൂണിറ്റ്സ് ആർക്ക് കൊടുക്കേണ്ടി വരും, നമ്മൾ മ്യൂച്വൽ ഫണ്ടിന് തിരിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ടി വരും. സോ അതിൻ്റെ റിഡംഷൻ ടൈം ഈസ് സ്ട്രിക്ട്ലി ഓർ മെച്യൂരിറ്റി ടൈം ഈസ് സ്ട്രിക്ട്ലി സ്പെസിഫൈഡ് ഇൻ ക്ലോസ് എൻഡഡ് സ്കീം. And the doors of mutual fund will not be open always before the investors. എപ്പോഴും അത് ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുന്നില്ല. ഇതിനൊരു സ്പെസിഫൈഡ് ടൈം ഉണ്ട്. ആൻഡ് ദിസ് മെച്യൂരിറ്റി പീരീഡ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സ്കീംസ്. There are various schemes under mutual fund. ഒരു സിംഗിൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കീഴിൽ തന്നെ പല തരത്തിലുള്ള സ്കീമുകളുണ്ടാവും. അതിൽ ഓരോ സ്കീമിലും ഓരോ മെച്യൂരിറ്റി അല്ല, അതിലെല്ലാത്തിനും കൂടി ഒരൊറ്റ മെച്യൂരിറ്റി പീരീഡ്, ഒറ്റ റിഡംഷൻ പീരീഡ് എന്നല്ല നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതിന് പകരം ഓരോ സ്കീമിലും ഓരോ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ മെച്യൂരിറ്റി പീരീഡ്, ഞാൻ ഒരു സ്കീം പ്രകാരമുള്ള മെച്യൂരിറ്റി പീരീഡ് ഒരു യൂണിറ്റാണ് ഞാൻ വാങ്ങിക്കുന്നതെങ്കിൽ ആ യൂണിറ്റിൽ എത്രയാണോ മെച്യൂരിറ്റി പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ പീരീഡിനുള്ളിൽ ഞാനത് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് കൊടുക്കേണ്ടി വരും. എനിക്ക് വേറെ ഓപ്ഷനൊന്നും അവിടെ ഇല്ല. ആ പീരീഡ് വരെയേ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സറാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ്റർവെൽ സ്കീം എന്ന് പറയുന്നത്. ഇൻ്റർവെൽ സ്കീമിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ കുറച്ച് നാൾ ഓപ്പൺ ആയിട്ടിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതെന്താവും, ക്ലോസ് ആവും.
ആദ്യത്തെ കുറച്ച് നാൾ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡിസൈഡ് ദ മെച്യൂരിറ്റി. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആസ് എൻ ഇൻവെസ്റ്റർ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന യൂണിറ്റ്സ് എപ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിൽ തിരിച്ചു കൊടുക്കേണ്ടത്, എപ്പോഴാണ് പുതിയ യൂണിറ്റ് ഞാൻ വാങ്ങിക്കേണ്ടത്, അത് എനിക്ക് തീരുമാനിക്കാം. ആദ്യത്തെ ഒരു 6 months അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 2 years അതെനിക്ക് തീരുമാനിക്കാം. ഇനി ആ 2 years എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അതേസമയം പിന്നീട് അതിനെ നമ്മൾ എന്താക്കും, ക്ലോസ് ആക്കും. പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യും ഇത്ര കൊല്ലം അല്ലെങ്കിൽ ഇത്ര മാസം അത് എന്തായിരിക്കും എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള റിഡംഷൻ ടൈമും മെച്യൂരിറ്റി ടൈമും ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാലത്തും അത് ഓപ്പൺ ആയിട്ട് ഇരിക്കില്ല. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും മിക്സറാണ്, ഓപ്പൺ എൻഡഡിൻ്റെയും ക്ലോസ് എൻഡഡിൻ്റെയും മിക്സറായിട്ടുള്ള ഒരു സ്കീമാണ് ഇൻ്റർവെൽ സ്കീം എന്ന് പറയുന്നത്. സോ ദീസ് 3 schemes കം അണ്ടർ ദിസ് second category, that is according to the scheme of operation.